ഹലോ ഗൈസ്, അപ്പോൾ ഒരു സൺഡേ ലോഡി. അപ്പോൾ വയറൊക്കെ അച്ഛൻ്റെ കിടക്കുക. സൺഡേ ആയിട്ട് രാവിലെ പള്ളിയിൽ പോയതിന് ശേഷം ഇവിടെ വന്നിങ്ങനെ ഇവിടെ ഇപ്പം ഹാളിൽ പായ വിരിച്ച് കിടക്കും. ഞാൻ ബീൻ ബാഗിൽ കിടക്കും. പ്രത്യേകിച്ചൊരു പരിപാടിയില്ല സൺഡേ. കിച്ചണിൽ പോയപ്പോൾ അമ്മയും അനിയനും പണിയാണ്. അനിയൻ്റെ പല്ല് പറിച്ച് സെറ്റായി നിൽക്കുകയാണ് അമ്മ. ഓക്കെ, നൈസായിട്ടൊന്ന് പുറത്ത് വിട്ടാരാം. അപ്പം ഞാൻ എലിക്സിൻ്റെ വീട്ടിൽ പോവാണേ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി. തൊട്ടടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരം. ഞാൻ നൈസായിട്ട് ദിസ് ഈസ് മൈ ഹോം ടൂറൊക്കെ പിന്നെ ചെയ്യണ്ട. ഞാൻ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ആക്കുക. അപ്പോൾ ഇവിടെ പോയി ബെല്ലടിച്ച് നോക്കാം. ഹലോ, ഹായ്. എൻ്റെ വ്ളോഗ് വീഡിയോ ആണേ. ആര്? ഞാനോ? ഒലക്ക. ഞാന് ഹലോ. അതിനിടയ്ക്ക് അടുത്ത ടീംസ്. എൻ്റെ വ്ളോഗാണ്. വ്ളോഗിൽ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നേരെ ബീഫ് കറി. ഇതാണ് എവിടെ ബീഫ്? എവിടെ? ഇത് ഉള്ളിക്കറി അല്ലേ? ബീഫ് എവിടെ? ബീഫ് ഈസ് റെഡി. കാണിച്ചേ. അടിപൊളി സെറ്റ്. എടുത്തോ പോട്ടെ. വാങ്ങുന്നത് വെറുതെ ആയില്ല. എവിടെ ബാക്കിയുള്ളവരൊക്കെ? ഇവിടെ എന്ത് രാവിലെ പുട്ടായിരുന്നു. യെസ് ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് എൻ്റെ മൂത്ത സഹോദരി, കസിൻ, അപ്പൻ്റെ ചേട്ടൻ്റെ മൂത്ത മകൾ. അത് അപ്പൻ്റെ ചേട്ടൻ്റെ മകന്റെ വൈഫ് മിസ് അമ്മു. നാത്തൂൻ. അതെ ഞങ്ങള് വ്ലോഗ് എടുത്ത് വൈറലാവും. ഓക്കെ, നടക്കട്ടെ. ഓക്കെ, നീ എന്തെടുക്കുവാടാ? മുടിയൊക്കെ സൂപ്പർ ആക്കിലോ. എടാ എനിക്കും പായസം തരണേ. തരില്ലേ പായസം? എടാ എനിക്കും തരണം. പോലെ അളിയനും വിശാനും എവിടെ? അവരെവിടെ പോയി? എവിടെ? നമുക്ക് പോയാലോ? സെറ്റ്. സാധനം കിട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾ കിച്ചൺ ട്രഷേഴ്സ് പായസം കുടിച്ചതിന് ശേഷം ചൂണ്ടയിടാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നു. വെയിലാണെങ്കിൽ പോയിട്ട് ഞാൻ അതുപോലെ തിരിച്ചു വരും. വെറുതെ വെയിലടിച്ചു കഴിഞ്ഞാൽ വെയിലുണ്ടെന്നല്ല, വെറുതെ നീരിളക്കം പിടിക്കും. നമുക്കൊക്കെ അത്യാവശ്യം നീരിളക്കം പിടിക്കുന്ന ഫാമിലി ആയതുകൊണ്ട് ഇവരെപ്പോഴും ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. വൈകുന്നേരം നേരത്തെ വേമ്പനാട് കായലിൽ ചെറിയ സ്പൂൺ തരാം. ഒരാഴ്ചത്തെ പണി ഉണ്ടായിരുന്നു. എത്ര തുണിയാ നോക്ക്. ഞാനിപ്പോ ഇല്ലേ ഫിലിപ്പോസ് അങ്കിൾ പറഞ്ഞ പോലെ ആഴ്ചക്ക് ട്രാവൽ ബാഗുമായിട്ട് വരും. ഞാൻ വിചാരിക്കും വീക്കെൻഡിലെ ട്രാവൽ ബാഗുമായിട്ട് വണ്ടിക്ക് പറഞ്ഞാൽ പുള്ളിക്കാരിനെ കെട്ടിച്ചിരിക്കുന്ന കൊല്ലത്താണ്. പക്ഷെ ഇവിടെ എറണാകുളത്ത് അട്ടിപ്പേറി കിടക്കുകയാണെന്ന് പറയാൻ പറ്റും. നമുക്ക്
വൈറ്റിലല്ല താമസിക്കണേ. ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? 10 കിലോമീറ്റർ ഇല്ല, 8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അത് കാരണം പുള്ളിക്കാരി വീക്കെൻഡ്സിൽ ഇങ്ങോട്ടേക്ക് വരും. പുള്ളിക്കാരുടെ വർക്ക് ഇവിടെ തന്നെയാണ്, അളിയൻ്റെയും വർക്ക് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഞാൻ തിരിച്ച് ക്യാമറയും കാണിച്ചു മൊത്തം അലക്കി ഒളിപ്പിച്ചിട്ടിരിക്കുക. കാണിക്കണ്ട, വെറുതെ കൊള്ളാം. ഞാൻ തന്നെ എന്നെ ഇപ്പോൾ വിളിക്കുന്നത് ഫിലിപ്പോസെങ്കില് സ്വപ്നക്കൂടില്ലേ, രാത്രിയിലൊക്കെ അലക്കാണ്. ഇല്ല, ഞാനെപ്പോഴും വിചാരിക്കുവേ വലിയ കാര്യത്തിൽ ഒരു ട്രാവൽ ബാഗ് വണ്ടിയുടെ ഫ്രണ്ടില് ബാക്ക് ബാക്കില് അതിലും നിറച്ച് ഇന്നലെ ഞാൻ അങ്ങനെ വന്ന വലിയ ബാഗ് നിറച്ച് തുണി, പിന്നെ അളിയൻ, പിന്നെ എന്റെ ഇടയ്ക്ക് 2 പിള്ളേര്. ഇല്ല അതില്ല, നോട്ട് ദ പോയിന്റ്. ഇല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നേ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വന്നേ. അളിയൻ ഇന്നലെ സൈറ്റിൽ നിന്ന് വന്നപ്പോ ലേറ്റായി, ഓഫീസിൽ നിന്ന് വന്നപ്പോ ലേറ്റായി. അവിടെ ലോഡ് വരാണ്ടായിരുന്നു, അതുകൊണ്ട് വന്നപ്പോ ലേറ്റായി. പിള്ളേരെ ഓൾറെഡി ഓട്ടോക്കാരൻ ഫ്രൈഡേയും കൂടെ ആക്കിയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ഭയങ്കര, നമുക്കിങ്ങനെ വീക്കെൻഡ്സിലൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, എല്ലാവരും 2 വീലർ, ഈ കോട്ടയം ആ സൈഡിലുള്ള ആൾക്കാരൊക്കെ 2 വീലറിലായിരിക്കും പോകുന്നത്. അപ്പൊ ഇതുപോലെ നിറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയുടെ സൈഡിലൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കോ കാണുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന, ഇങ്ങനെ വീക്കെൻഡിൽ വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ വിചാരിക്കുമല്ലോ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ പോവാന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കോ ഞാൻ ഈ 39 വണ്ടിയില് ഇങ്ങനെ പോണാണുമ്പോ കാണുന്ന ആൾക്കാർ വിചാരിക്കോ അലക്കാൻ പോണത്. തൊട്ടടുത്തേക്ക് ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് വരുന്നാണുമ്പോ അവിടെ ഇറങ്ങുമ്പോഴേ ഞാൻ നമ്മളെപ്പോഴും ഈ കളർ ഇത് ശരിക്കും പറഞ്ഞാൽ രാവിലെ പള്ളി വെച്ച അമ്മ എന്നെ ഇങ്ങനെ പള്ളിയിൽ കഴിഞ്ഞിട്ട് എടാ നിന്റെ ഡ്രസ്സ് നിന്ന് അരച്ച ഡ്രസ്സാണെന്ന് പറഞ്ഞു. വേറൊന്നല്ല, ഇത് കഴുകും ഞാൻ, പക്ഷെ ഇത് ഇട്ടിട്ട് നരച്ച് അതാണ് അങ്ങനെ ഇതായതാ. കുളിച്ചു പള്ളി പോയിട്ടാണ്. പെട്ടെന്ന് ആര് തീർക്കുന്ന ഇല്ല, ഞാൻ പതുക്കെ കുടിക്കുള്ളൂ. എനിക്ക് പതുക്കെ കുടിക്കാൻ ഇഷ്ടം. മറ്റേ ചായ ആറി അതെ കുടിക്കുന്നതാണ്. ചൂട് ചായ ചൂട് പായസം ഊതി കുടിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ പായസം ഇങ്ങനെ വെറുതെ ഗ്ലാസ്സിൽ കുടിച്ചു. ശരിക്കും പായസം ഞാൻ എനിക്ക് ഓണമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദുസിന്റെ കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം പൊടിച്ച് ഞാൻ ആരോടായി പറയണേ ഹിന്ദുസിന്റെ കല്യാണത്തിന് അല്ല, സാധാരണ പപ്പടം പായസം ഇലയിൽ ഒഴിച്ച് പപ്പടം പൊടിച്ച് ഇത് ചെയ്യും. ഈ അടുത്ത ഓണത്തിനുണ്ടല്ലോ വീട്ടില് പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ ഉച്ചക്ക് അമ്മ എന്തോ പപ്പടം ഒരുപാട് ഉണ്ടാക്കി. ആ ഒരുപാട് പപ്പടം ഞാൻ എടുത്ത് എല്ലാം ഞാൻ പൊടിച്ചിട്ട്, ഞാൽപ്പഴം കുറവായിരുന്നു, അതുകൊണ്ട് ഏത്തപ്പഴം നല്ല പഴുത്തത് പൊടിച്ച് അങ്ങനെയാണ് പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലല്ലോ. പപ്പടം മാത്രമായിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇലയിൽ കഴിക്കുമ്പോ ഇലയിലല്ല, പിന്നെ ഞാൻ വൈകിട്ട് ചായക്ക് പകരം കഴിച്ചത് മറ്റേ സ്റ്റീൽ പാത്രത്തില് പായസം ഒഴിച്ചിട്ട് പപ്പടം ഇട്ട് മുക്കി കുടിക്കായിരുന്നു. ബാ കുഞ്ഞിടാമ്പോ ഞാൻ കുടിച്ച് എന്തത് ലിപ്സ്റ്റിക്കോ? മീൻ പിടിക്കാൻ പോകുന്ന മീനിനെ കാണിക്കാനാണോ ലിപ്സ്റ്റിക്ക്? ലിപ്സ്റ്റിക് ഇടുന്നു. ലിപ്സ്റ്റിക് സ്ത്രീയുടെ അവകാശങ്ങളൊക്കെ. എല്ലാ ദിവസവും ജോലിക്കുണ്ടേ. അതെ, എല്ലാ ദിവസവും ജോലിക്ക് പോകണമല്ലോ എന്ന് എഴുതിട്ട് ചേച്ചി ബൈക്ക് എടുത്തോളോ? ചേച്ചി എടുത്തോളോ? എനിക്ക് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെ പഠിപ്പിക്കാനുള്ള. ഞാൻ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ട്രൈ ചെയ്തു. എന്നോടേ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു എടുത്തോ, വണ്ടി എടുത്തോ, ധൈര്യം എടുത്തോന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി ഞാൻ അവിടെ വരെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ തന്നെ പൊക്കോ, തന്നെ പഠിച്ചാൽ മതി, അതൊക്കെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോ വീഡിയോ കണ്ടിട്ട് ഞാൻ ഓടിച്ചോളാം. വീടിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ? അതെ, സ്ട്രൈറ്റ് അല്ല, കുറച്ച് അവിടെ നിന്ന് റൈറ്റ് കേട്ടോ.
കായലിലേക്കാണ് ഇവിടെ വെക്കണം. അവിടെ ചെറിയാ അവിടെ വെച്ചാൽ മതി. അതാ നമ്മുടെ വണ്ടിയാ, എൻ്റെ വണ്ടിയാ അത്. യെസ്. മറ്റേ ഈ പൂവിനെന്താ പറയണേ ഗൈസ്? ഇതാണ് മറ്റേ കായൽ പൂവ്. ഇത് സൂപ്പർ ഇതാട്ടാ. ഇവിടെ നൈസാ. സൈഡിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് പായലൊക്കെ ഇട്ട് ഇതൊക്കെ പണ്ട് സ്കൂളിൽ പുറകിൽ ചെറിയ കുരിപ്പുണ്ട് ഇവിടെ. ചേച്ചി ഇവിടെ ഒരു കുരിപ്പ് നമ്മുടെ കൂടെ ഉണ്ട്, മറക്കരുത്. മീൻ പിടിച്ചിട്ട് കിട്ടിയോടാ മീൻ? എന്നാ കിട്ടിയേ? വാ കാണിച്ചേ. എന്താ ഇത്ര കുറച്ചല്ലേ ഇതാണ് ഇത് വേമ്പനാട് കായലിന്റെ ഒരു സൈഡാണ്. ഇവിടെ പുതിയ പാലം പണിതാണോ? ഇങ്ങനെ സാധനം ഉണ്ടാക്കിയതാണ് ഈ അടുത്ത്? ഇന്നത്തെ പിടുത്തം കഴിഞ്ഞോ? മീൻ പിടുത്തം കഴിഞ്ഞോ? ഇന്നത്തെ കിട്ടിയോ? ഇന്നത്തെ അരിക്കുള്ള കിട്ടിയോ? എടാ ഇന്നത്തെ അരിക്കുള്ള കിട്ടിയോ? ഇല്ലേ? ഇതിന്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയണത് പനങ്ങാട് അല്ലേ? പനങ്ങാട് ചേപ്പന ഒന്ന് പോതല്ലേ? ലേക്ക് ഷോർ അവിടെയാ. ഈ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ അവിടുത്തെ ഫ്ലാറ്റാണ് സച്ചിൻ ടെണ്ടുൽക്കർ പിന്നെ പോയെന്ന്. നീ കൊറേ നേരം ആയല്ലോ അവിടെ. കിട്ടിപ്പോയി നല്ല പെട്ടക്കണ മീൻ. ഞാനെടുക്കും, കണ്ടോട്ടോ. പടക്കല്ലേടാ, അനങ്ങലടാ, വെള്ളത്തിലേക്ക് ഇടല്ലേടാ അത്. ആടാ പൊളി. കവറിലേക്ക് ഇടൂ. അതിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോളൂ. ഇത് പേൻ പിടിക്കാൻ വന്നതാണോ മീൻ പിടിക്കാൻ വന്നതാണോ? അതിനിടയ്ക്ക് അവർക്ക് ഹരം മീൻ പിടിക്കലാണ്, എനിക്ക് പേൻ പിടിക്കലാണ്. പിടിക്കടാ നന്ദു. ഇവനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കിട്ടണ്ടേ? ഇവനൊക്കെ ഇങ്ങനെ ഇരിക്കുവോ വീട്ടില്? ഒരു വലിയ കാലിന്റെ ഇടയ്ക്ക്. അയ്യോ പിടിക്കടാ. എനിക്ക് പിടിക്കാൻ പറ്റില്ല, കല്ലിന്റെ ഇടയ്ക്ക്. ഇല്ല അത് പോയി. വീണ്ടും ഇതൊരു സ്ഥിരം പരിപാടി ആക്കിയാലോ നമുക്ക്? നിക്കണ, നീ പോവണ്ട, അമ്മ പോട്ടെ. സെറ്റ്. എന്തിനാണ് നീ കരയുന്നേ? അത് ശരി. അങ്ങനെ കൊറേ നാൾക്ക് നേരത്തിന് ശേഷം വീണ്ടും ഇഷാന് ഇത് കിട്ടി. ഇതെന്ത് മീനാ ശരിക്കും? കരിമീൻ. കരിമീൻ 1 കിലോയ്ക്ക് പുറത്ത് എത്ര രൂപ വരും? കരിമീൻ പള്ളത്തി. ഓ മാൻ, 400 ലാഭിച്ചു ഇപ്പൊ. 1 kg കാണൂല, ചെറുതായിരിക്കും. ഓ നമ്മള് ചൂണ്ടിടുമ്പോ പക്ഷെ ഇതൊക്കെ കിട്ടും. പിന്നെ മറ്റേ ഇവിടെ ഇതൊക്കെ എല്ലാം കിട്ടുന്നത് നല്ല വെയിലുള്ള നമുക്ക് കാണാൻ പറ്റൂടാ. വലിക്ക്, ഒറ്റ വലി ഇങ്ങനെ പിടിച്ചേ. ഇത് പിടിച്ചേ, കാണിച്ചുതരാം. ഇന്ന് ബായ ഉണ്ടായിരുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം.
എന്നിട്ട് ഇങ്ങനെ ഇന്ന് ഹിന്ദി ഭാഷ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ അമ്മ? യെസ് ഗൈസ് വലുതല്ല എന്നാലും. അപ്പോൾ ഗൈസ് അളിയനും മുത്തവനും അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ ഞങ്ങള് ജസ്റ്റ് ഷോ ഞങ്ങൾ ജസ്റ്റ് ഷോ ഓഫ് മാത്രം. സിൻസിയറായിട്ട് ചെയ്യേണ്ടവർ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ബൈ ബൈ. ഇനിയിപ്പോൾ എന്താ പരിപാടി അടുത്തത്? കക്ക ഫ്രൈ. ഓക്കെ ഗൈസ് ഇവിടെ കക്ക ഫ്രൈ. ഇതവിടെ ബീഫ് ഫ്രൈ. ബീഫ് കാണിച്ച് കക്ക. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരും. അപ്പം അതുവരെ ബൈ ബൈ.